നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന ബി.ജെ.പിയിൽ പൊട്ടിത്തെറിയും തമ്മിലടിയും കൂടുതൽ രൂക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ബി.ജെ.പി വലിയ അവകാശവാദങ്ങളുമായിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിനും ഇറങ്ങാറുള്ളത്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിലും അവർ അവകാശപ്പെടുന്നത് പോലെ എന്തെങ്കിലും ഒരു നേട്ടം സ്വന്തമാക്കാൻ സാധിക്കാറുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ പാർട്ടിയിലെ തമ്മിലടിയും കാലുവാരലും തന്നെയാണ്. ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ജയസാധ്യതയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായിട്ട് പ്രചരണമൊക്കെ തന്നെ അനൗദ്യോഗികമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നേമമാണ്. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മത്സരിക്കുന്നത്. മറ്റൊന്ന് വട്ടിയൂർക്കാവ്. അവിടെ മുൻ DGPയും നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയുമായിട്ടുള്ള ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിട്ടുള്ള ആർ ശ്രീലേഖയാണ് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത്. പാലക്കാട് പാർട്ടിയുടെ വനിതാ മുഖങ്ങളിൽ പ്രമുഖയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. വടക്കേറ്റത്തെ മണ്ഡലങ്ങളിലൊന്നായ മഞ്ചേശ്വരത്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രനാണ് മത്സരരംഗത്തുള്ളത്. ഇവരൊക്കെ തന്നെയും പലയിടങ്ങളിലും അത്തരത്തിൽ ഏതാണ്ട് സ്ഥാനാർത്ഥം ഉറപ്പായിട്ടുള്ള കാട്ടാക്കട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അവരെല്ലാം തന്നെ സ്ഥാനാർത്ഥികളായിട്ട് ഉറപ്പിച്ചിട്ടുള്ളവരെല്ലാം തന്നെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതിനൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങള്, ചേരിതിരിവ്, തമ്മിലടി എല്ലാം ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തി അവിടെ ചുവരെഴുത്ത് നടത്തിക്കൊണ്ട് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അന്ന് ആ ദിവസം തന്നെ അവിടെ പാർട്ടിയിൽ പൊട്ടിത്തെറിയും നമ്മൾ കണ്ടതാണ്. ശോഭാ സുരേന്ദ്രന്റെ പരിപാടിയിൽ നിന്നും പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രശാന്ത് ശിവൻ വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രന് തന്നെ പറയേണ്ടി വന്നു, പാർട്ടിയിൽ വിഭാഗീയതയൊന്നുമില്ല, ഒറ്റക്കെട്ടായിട്ട് തന്നെ മത്സരിക്കുമെന്ന് അവർക്ക് തന്നെ പറയേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മഞ്ചേശ്വരത്തും ബി.ജെ.പിക്കുള്ളിൽ പൊട്ടിത്തെറിയായിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അവിടെ വലിയ രീതിയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകുന്നു, അവിടെ തമ്മിലടി ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കാസർഗോഡ് ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷ ML അശ്വിനിയാണ് അവരുടെ പ്രമുഖയായിട്ടുള്ള വനിതാ നേതാക്കളിൽ ഒരാളാണ്. മഞ്ചേശ്വരത്തെ കഴിഞ്ഞ 3 തവണയായിട്ട് മത്സരിക്കുന്നത് കെ സുരേന്ദ്രനാണ്. 2011 മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ 2011-ലും 2016-ലും 2021-ലും കെ സുരേന്ദ്രനാണ് മത്സരിച്ചത്. ഇത്തവണ സുരേന്ദ്രൻ എവിടെ മത്സരിക്കും എന്നതിൽ തുടക്കത്തിൽ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തത ഇല്ലായിരുന്നു. പലയിടങ്ങളിലും പേര് പറഞ്ഞു കേട്ടു. വട്ടിയൂർക്കാവിൽ പറഞ്ഞു കേട്ടു, തൃശ്ശൂരിൽ പറഞ്ഞു കേട്ടു. അങ്ങനെ ഒരു കൃത്യമായ ഒരു മണ്ഡലം കെ സുരേന്ദ്രൻ്റെതായിട്ട് പറഞ്ഞ് കേട്ടില്ല. അതേസമയം തുടർച്ചയായിട്ട് മത്സരിച്ച മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചതുമില്ല ആദ്യം. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് ആദ്യം പറഞ്ഞു കേട്ട പേരുകളിലൊന്ന് ML അശ്വിനിയുടെ തന്നെയാണ്. ML അശ്വിനി അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയും ചെയ്തു. വലിയ രീതിയിൽ ഒരു വലിയ പ്രതീക്ഷയോടു കൂടി തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ സുരേന്ദ്രനോട് നിർദ്ദേശം കൊടുക്കുന്നത്, മഞ്ചേശ്വരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുക, അവിടെ തന്നെ മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം വരുന്നു. അങ്ങനെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തേക്ക് എത്തി അവിടെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ ML അശ്വിനിയും കെ സുരേന്ദ്രൻ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിപ്പോര് അവിടെ രൂക്ഷമായിരിക്കുന്നു. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത് ML അശ്വിനിയാണ്. കഴിഞ്ഞ ദിവസം ML അശ്വിനി ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിൽ തന്റെ അതൃപ്തി തുറന്ന് പ്രകടിപ്പിച്ചു. അശ്വിനി പറഞ്ഞത് തനിക്ക് ഇൻചാർജ് ചുമതല ഒഴിയണം, തന്നെ ആ ചുമതലയിൽ നിന്നും മാറ്റണം എന്നൊരു കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നതിന്. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഈ പറയുന്ന സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളൊന്നും തന്നെ പാർട്ടിയെ അറിയിക്കുന്നില്ല. ഒപ്പം തന്നെ തന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ തന്റെ കൂടെ നിൽക്കുന്നവരെ മാത്രമാണ് അദ്ദേഹം പരിപാടികളൊക്കെ തന്നെ അറിയിക്കുന്നത്. മറ്റ് നേതാക്കളെയോ അല്ലെങ്കിൽ ചുമതലയുള്ള തന്നെയൊന്നും തന്നെ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന ഒരു വികാരം പങ്കുവെച്ചുകൊണ്ടാണ് അവർ തന്റെ അതൃപ്തി വ്യക്തമാക്കിയത്. അങ്ങനെ മണ്ഡലത്തിന്റെ ഇൻചാർജ് എന്ന ചുമതലയിലും തന്നെ ഒഴിവാക്കണമെന്ന് പറയുന്നു. ഒപ്പം ഈ ML അശ്വിനിക്കൊപ്പമുള്ള മറ്റ് മണ്ഡല ഭാരവാഹികളായിട്ടുള്ള പലരും സമാനമായ രീതിയിൽ സുരേന്ദ്രന്റെ പരിപാടിയോട് സഹകരിക്കാത്ത ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ്. സുരേന്ദ്രൻ ഒരിക്കൽ കൂടി അവിടെ വിജയപ്രതീക്ഷയോടു കൂടിയാണ് മത്സരിക്കുന്നത്. 2011-ൽ അവിടെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ PB അബ്ദുൾ റസാഖാണ് അവിടെ വിജയിക്കുന്നത്. 5828 വോട്ടുകൾക്ക് സുരേന്ദ്രൻ പരാജയപ്പെടുന്നു. 2016-ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി
മികച്ച ഒരു പ്രകടനം, ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നുണ്ട്. PB അബ്ദുൾ റസാഖ് വീണ്ടും വിജയിക്കുന്നു. പക്ഷേ 89 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഹർജിയുമായിട്ട് കോടതിയിൽ പോവുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2016 വിജയിച്ച PB അബ്ദുൾ റസാഖ് പിന്നീട് സിറ്റിംഗ് MLA ആയിരിക്കെ 2019 മരണപ്പെടുന്നു. അങ്ങനെ 2019 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് സുരേന്ദ്രൻ മത്സരിക്കാതിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ UDF കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ഏതാണ്ട് 7923 വോട്ടുകൾക്കാണ് അവിടെ മുസ്ലിം ലീഗിന്റെ MC കമറുദ്ദീൻ വിജയിച്ചു കയറിയത്. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വീണ്ടും മാറുന്നു. AKM അഷ്റഫ് എന്ന് പറയുന്ന യുവ സ്ഥാനാർത്ഥി അവിടെ രംഗത്തെത്തുന്നു. സുരേന്ദ്രൻ തന്നെ BJPക്കായിട്ട് അവിടെ ഇറങ്ങുന്നു. സുരേന്ദ്രനെ 855 വോട്ടുകൾക്കാണ് AKM അഷ്റഫ് അവിടെ പരാജയപ്പെടുത്തുന്നത്. ശക്തമായ പോരാട്ടമാണ് അവിടെ നടന്നത്. അപ്പോൾ 2011, 2016, 2021 സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കുന്നു, 2ാം സ്ഥാനത്ത് എത്തുന്നുണ്ട്. പക്ഷേ വിജയത്തിലേക്ക് എത്താൻ BJPക്ക് അവിടെ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കും മികച്ച പ്രകടനം അവിടെ UDF നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സുരേന്ദ്രൻ വീണ്ടും 4ാമത് ഒരിക്കൽ കൂടി മഞ്ചേശ്വരത്ത് കളത്തിലിറങ്ങുന്നത്. അവിടെ ഇത്തവണ വിജയം സുനിശ്ചിതമാണ് എന്ന പാർട്ടി നേതൃത്വത്തെയൊക്കെ തന്നെ ധരിപ്പിച്ച് കൊണ്ടാണ് അദ്ദേഹം അവിടെ മത്സരത്തിനായിട്ട് ഇറങ്ങുന്നത്. ആ ഒരു നീക്കത്തിനിടയിലാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലൊരു പട രൂപപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയുടെ അവിടുത്തെ ജില്ലാ അധ്യക്ഷ കൂടിയായിട്ടുള്ള ML അശ്വിനി, അവർക്കാണ് ആ മണ്ഡലത്തിന്റെ ഇൻചാർജ് ചുമതലയുള്ളത്. അവർ തന്നെ സുരേന്ദ്രനെതിരെ രംഗത്തെത്തുന്നു. സുരേന്ദ്രന്റെ നടപടികൾ ഏകപക്ഷീയമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നില്ല, ജില്ലാ നേതൃത്വവുമായിട്ട് സുരേന്ദ്രൻ സഹകരിക്കുന്നില്ല. ഒറ്റപ്പെട്ട നിലയ്ക്ക് തങ്ങളെയൊന്നും തന്നെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ, സഹകരിപ്പിക്കാതെ സ്വന്തം നിലയ്ക്ക് KS സുരേന്ദ്രൻ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. തന്നെ ഇൻചാർജിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം, തനിക്ക് ആ ഒരു ചുമതലയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ML അശ്വിനിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ആ നേതാക്കളും സുരേന്ദ്രനോടുള്ള അതൃപ്തി പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. സുരേന്ദ്രനുമായിട്ട് സഹകരിക്കുന്നില്ല. പ്രചരണ പരിപാടികളിലും അദ്ദേഹത്തിന്റെ പരിപാടികളിലൊന്നും തന്നെ ഈ നേതാക്കൾ, ML അശ്വിനിയെ പിന്തുണയ്ക്കുന്ന നേതാക്കളൊന്നും തന്നെ പങ്കെടുക്കുന്നില്ല, സഹകരിക്കുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് എങ്കിൽ പോലും ML അശ്വിനിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് തന്നെയാണ്. അവർ വലിയ രീതിയിൽ അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. കാരണം BJPക്ക് വലിയ സ്വാധീനമുള്ള വിജയപ്രതീക്ഷയുണ്ടെന്ന് പാർട്ടി അവകാശപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ സ്ഥാനാർത്ഥി അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനാർത്ഥിത്വം സുരേന്ദ്രൻ കൈയെടുക്കിക്കൊണ്ടു പോയതിലുള്ള ഒരു അമർഷമുണ്ട്. സുരേന്ദ്രൻ ഏറ്റവും ഒടുവിലാണ് പറയുന്നത്, സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത് തനിക്ക് മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ട്, മറ്റെവിടെയും കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ സുരേന്ദ്രൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു തനിക്ക് അവിടെ മത്സരിക്കാം, പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് മത്സരിക്കാമെന്ന് പറയുമ്പോഴാണ് നേതൃത്വവും പറയുന്നത് അവിടെ തന്നെ മത്സരിക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്തേക്ക് വീണ്ടും എത്തുന്നത്. എന്തായാലും 4ാമതൊരിക്കൽ കൂടി അവിടെ ഇറങ്ങുന്ന സുരേന്ദ്രന്റെ കാര്യങ്ങൾ അത്ര പന്തിയല്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവിടെ സുരേന്ദ്രനെതിരെ ശക്തമായ ചരടുവലികൾ, പണികൾ ഒക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് BJPക്ക് വലിയ രീതിയിലൊരു തിരിച്ചടി അവിടെ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF മികച്ച രീതിയിൽ അവിടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. UDFന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നാണ് മഞ്ചേശ്വരം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെക്കാളും മികച്ച ഭൂരിപക്ഷത്തിന്, വമ്പിച്ച ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗിന് UDFന് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.